ഇടതുപക്ഷത്തിനെതിരെയും തുറന്ന പോരിനിറങ്ങുകയാണ് പ്രതിപക്ഷം. ഇന്നലെ നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. പോലീസിലെ മാഫിയവൽക്കരണം, മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പരാമർശം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം. സംസ്ഥാന വ്യാപകമായി ഇന്ന് UDF നേതൃത്വത്തിൽ സായാഹ്ന ധാരണകളും സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ ആസ്ഥാനങ്ങളിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുക. സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. ഏതാനും ദിവസങ്ങളായി മുഖ്യമന്ത്രിക്കെതിരെയും ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ വേണ്ട നിയമ നടപടികൾ കൈക്കൊള്ളാൻ വൈകുകയായിരുന്നു. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ നിയമസഭയിൽ ഇതൊരു ആയുധമാക്കി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഇന്നലെ നടന്ന നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. നക്ഷത്രമിട്ട ചോദ്യങ്ങൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഹനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതിന് സ്പീക്കർ നൽകിയ മറുപടി പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ തദ്ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണെന്ന് സ്പീക്കർ MN ഷംസീർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നക്ഷത്രമിട്ട ചോദ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ചോദ്യം സംബന്ധിച്ച നോട്ടീസിന് സഭയിൽ മറുപടി പറയും വരെ പ്രതികരണമോ പ്രചാരണമോ പാടില്ലെന്ന് നിയമസഭാ ചട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം അത് പാലിച്ചില്ലെന്ന് സ്പീക്കർ പറയുന്നു. ഇതിന് പിന്നാലെ സ്പീക്കറിനെതിരെ ബാനറുകൾ ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായി. സ്പീക്കർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നതിലും പ്രതിഷേധമുയർന്നിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ മുഖ്യമന്ത്രി മറുപടി പറയുന്നത് തുടർന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്യുകയുണ്ടായി. തുടർന്ന് സ്പീക്കർക്കെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിനോട് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ ചോദിക്കുകയുണ്ടായി. ഇതിനെതിരെ VD സതീശൻ ആഞ്ഞടിച്ചു. സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് സ്പീക്കർ തന്നോട് ആ ചോദ്യം ചോദിച്ചതെന്ന് VD സതീശൻ പറഞ്ഞു. ഇതിന് പിന്നാലെ പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ചു. സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകൾ ബാനറുകളും ഉയർത്തിയുമാണ് പ്രതിപക്ഷം പ്രതിഷേധമുണ്ടാക്കിയത്. ഇത്തരത്തിൽ കനത്ത പ്രതിഷേധമായിരുന്നു ഇന്നലെ നിയമസഭയിൽ നടന്നത്. അതേസമയം 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന്റെ 2ാം ദിനമായ ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും ഉന്നയിക്കും. ഏറെ വിവാദമായതായിരുന്നു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം. 123 കോടി രൂപ വില വരുന്ന ഹവാല പണവും 150 കിലോ സ്വർണവും കേരള പോലീസ് കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലെത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതും ആയുധമാക്കി മുന്നേറാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്.